നമസ്കാരം. ഇന്ന് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്ന് പറയുന്ന പാലപ്പാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം പച്ചരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണേ. ഒരു 3-4 മണിക്കൂർ ഇട്ട് വെച്ചോ. അതിന് ശേഷം അത്രയും സമയം അതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ടിട്ട് അരക്കാൻ പോവാണ്. പിന്നെ കുറച്ച് തേങ്ങ വേണം കേട്ടോ. തേങ്ങേൻ്റെ അതേ അളവിൽ തന്നെ കുറച്ച് ചോറ് തേങ്ങ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇടണം കേട്ടോ. ഒരു നുള്ളി ഈസ്റ്റേ വേണ്ടൂ. ഈസ്റ്റ് അധികം ഇടുന്നത് ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഒരു നുള്ളി ഇട്ടാൽ മതി. പിന്നെ തേങ്ങേൻ്റെ അളവിൽ തന്നെ കുറച്ച് ചോറ് ഇടുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഈസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ കള്ളില്ലേ, അല്ല തേങ്ങേൻ്റെ വെള്ളം ഇതൊക്കെ ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുവാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവം കിട്ടും കേട്ടോ മിക്സ്. എന്നിട്ടാകുമ്പോൾ ഇതിൽ കുറച്ച് കഷ്ണങ്ങളില്ലെന്ന് വെച്ചാൽ തേങ്ങേൻ്റെ ഇങ്ങനെ പൊട്ടിച്ച ഇങ്ങനെ മുറികളാണ് കേട്ടോ. അത് നോക്കണ്ട. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ അരച്ച് വെച്ചിട്ട് പിറ്റേന്നാൾ വേണം കേട്ടോ എടുക്കാൻ. ഇതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിടും, ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് പഞ്ചസാരയും കൂടി ഇടണം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അത് ഈസ്റ്റ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. പിന്നെ ഈ വെള്ളയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ. അതിന് കണക്കായിട്ടില്ല ഉപ്പും പഞ്ചസാര ഇടുക. ഇതൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. അത് ഞാൻ അളവൊന്നും പറയാത്തത്, നിങ്ങളെ പാകത്തിന് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഏകദേശം തോന്നില്ല, ഒരു അളവിന് ഇട്ടാൽ മതി. എന്നിട്ടാകുമ്പം ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണേ. വൈകുന്നേരം ആക്കി കഴിഞ്ഞാൽ പിറ്റേന്നാൾ രാവിലെ എടുത്താൽ മതി. അപ്പോൾ അന്ന് സെറ്റായിട്ട് വരല് കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ കുറച്ച് ആക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് മാവ് മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. ഈ ഒരു പരുവം കിട്ടും കേട്ടോ അപ്പത്തിൻ്റെ മാവ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ അപ്പത്തിൻ്റെ ചൂടാക്കി, ഞാൻ നോൺ സ്റ്റിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടായതിന് ശേഷം നമ്മൾ ഒഴിക്കുവാന്ന്. വേറെ വെളിച്ചെണ്ണ അതിൻ്റെ അടിയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ നമ്മൾ റൗണ്ടിലാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടി ഞാൻ 2 വെളിച്ചെണ്ണ തുള്ളി ഇട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. വേണ്ടെങ്കിലും ഉപയോഗിക്കണ്ട. ഇതിങ്ങനെ കിട്ടും കേട്ടോ. നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റും. നല്ല നേരിയ നല്ല അപ്പമായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഒന്നുകൂടി ചുട്ടിട്ട് കാണിക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടുക, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നല്ല അപ്പാട്ട, നല്ല ടേസ്റ്റുമാണ്. ഞാനിവിടെ ഒരു മുട്ട റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.